ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റ്യാട്ടൂരാണ്. കുറ്റ്യാട്ടൂര് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം അതിൻ്റെ കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വെള്ളച്ചാട്ടം കാണാനിറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. ഞാൻ ഒരിക്കൽ ഷെയർ ചെയ്തതാണ്, കഴിഞ്ഞ വർഷം തോന്നുന്നു. അപ്പം അടിപൊളി വെള്ളച്ചാട്ടമാണ്. കുറ്റ്യാട്ടൂർ പുറകോട്ട് മൂല എന്ന് പറയും. അപ്പം നമുക്കത് കണ്ടു നോക്കിയാലോ, വരൂ. അപ്പം നോക്കിയേ, നല്ല പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷമല്ലേ, നല്ല അടിപൊളി കാഴ്ചകളാണ് ഗൈസ്. ആരെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. നമ്മുടെ കണ്ണൂർക്കാരനെ ഈ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ അതെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നുണ്ട് ഗൈസ്. മക്കളെ നോക്കണേ, ശ്രദ്ധിക്കണം. നോക്കി ഇതിന്റെ പ്രത്യേകത എല്ലാം പറഞ്ഞു കൊടുക്ക. ഇതിന്റെ നാടല്ലേ, കണ്ടില്ലേ വെള്ളച്ചാട്ടം? തെന്നുവേ, നോക്കണേ, നോക്കി അങ്ങോ ആടെല്ലാം പോവാ കേട്ടാ. ആടെ നല്ല അടിപൊളി കാഴ്ച. പോയാലോ നമുക്ക്? പാമ്പിനെല്ലാം പേടിയാക്കി. അപ്പൊ ഇത് മാത്രം കണ്ടോളൂ, കണ്ട് തൃപ്തിപ്പെട്ടോളൂ. അങ്ങനെ പോയാൽ ഭയങ്കര കാടാണ്, പാമ്പെല്ലാം ഉണ്ടാവും. അതെന്താ കാടൊന്നും തെളിക്കാതെ അവര്? റബ്ബർ പാലെടുക്കാൻ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പുറകോട്ട് മൂല വെള്ളച്ചാട്ടം. കളിച്ചോളൂ, നല്ലോണം വെള്ളത്തിൽ കളിച്ചോളൂ. അതാ വെള്ളം വാട്ടർ പ്രൂഫ് അല്ല അത്. അടിപൊളിയായ കാഴ്ചകൾ. ഇവിടെ മൊത്തം റബ്ബർ തോട്ടമാണ് ഗൈസ്. നമ്മള് വെള്ളച്ചാട്ടം ഒക്കെ കണ്ടു നേരെ വിട്ടു. വീണ്ടും വീട്ടിലേക്ക് തന്നെ. ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം രാവിലത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഇത് എങ്ങോട്ട് നമ്മൾ പോകുന്നു? ഷായി വഴി തെറ്റിപ്പോയി ഗൈസ്. മൂഞ്ചി വഴി തെറ്റിപ്പോയി ഗൈസ്. റസലും നടന്നോ അറിയാവുന്നവർ നടന്നോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ഇതേ അങ്ങനെ വന്നു. കുറേ ആയില്ല ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കിട്ടിയ ചാൻസിന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.